കേരള ജനതയെ മാത്രമല്ല ലോക മനസ്സാക്ഷിയെപ്പോലും വല്ലാണ്ട് വേദനിപ്പിച്ച ഒരു സംഭവമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വയനാട് ചൂരൽമലയിൽ സംഭവിച്ചത്. ഒരു രാത്രി കൊണ്ട് ഒരു നാട് ഇല്ലാണ്ടായി. രാത്രി സുഖമായി കിടന്നുറങ്ങിയതിൽ പലരും രാവിലെ ഇല്ല, എവിടെയെന്ന് പോലും അറിയില്ല. അവരുടെയൊക്കെ അതിർത്തികൾ വെച്ച് വേർതിരിച്ചിരുന്ന വീടുകളൊക്കെ അവസാനം അതിർത്തികളില്ലാണ്ടായി. മനുഷ്യർ എവിടെയെന്ന് നിലവിളിച്ച് കരയേണ്ടി വന്നു. ഒരു മണ്ണിനടിയിലെ ഒരു നാടിലെ ജനം മുഴുവനുമായ ഏറ്റവും വേദന നിറഞ്ഞ ഒരു സംഭവമായിരുന്നത്. ഒരു രാത്രി കൊണ്ട് ഉറങ്ങിയവർ ആ രാത്രി കൊണ്ട് ഈ ഭൂമിയോട് വിട പറഞ്ഞ ഏറ്റവും വേദന നിറഞ്ഞൊരു നിമിഷം. ഇന്ന് സുവിശേഷം വായിച്ചപ്പോൾ പെട്ടെന്ന് ആ സംഭവമാണ് ഓർമ്മ വന്നത്. യേശു വളരെ വ്യക്തമായിട്ട് ഇന്ന് പറയുന്നൊരു കാര്യം ഇതാണ്: ജലപ്രളയം വന്ന് സംഹരിക്കുന്നവർ അവരറിഞ്ഞിരുന്നില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. ശരിയല്ലേ? എല്ലാവരും സുഖമായി കിടന്നുറങ്ങിയ രാത്രി അത് അവസാനത്തെ രാത്രിയായിരുന്നു. അവരറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടി ഒരുക്കത്തോടെ അവിടെ നിന്ന് വേറൊരിടത്തേക്ക് ഓടിപ്പോയെന്നെ. അവരുടെ ജീവൻ രക്ഷിച്ചെന്നെ. അവരറിഞ്ഞില്ല. ഇതാണ് മനുഷ്യപുത്രൻ്റെ ആഗമനം. ഇതുപോലെ തന്നെയാണ് ഏതൊരു ദുരന്തത്തെ നമ്മൾ എടുത്തു നോക്കിയാൽ അറിഞ്ഞില്ല. അറിയാത്തിടത്തോളം അത്രമാത്രം നിഗൂഢമായിരുന്നു ഓരോ ദുരന്തങ്ങളും. യേശു ഓർമ്മിപ്പിക്കുന്നത് നോഹയുടെ സംഭവമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. നോഹയുടെ സമയത്ത് ഇതാണല്ലോ സംഭവിച്ചത്. കുറച്ച് നാളുകൾ കൊണ്ട് ഒരു ദേശം മുഴുവൻ നശിച്ചു, പ്രളയം കൊണ്ട് മൂടി. പക്ഷേ അത്രയും നാൾ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹം കഴിപ്പിച്ചും ഒക്കെ ജീവിച്ചുകൊണ്ടിരുന്നു. അവരവെയറായിരുന്നില്ല. എന്നിട്ട് യേശു പറയും, നിങ്ങൾ പക്ഷേ കരുതിയിരിക്കണം, നിങ്ങൾ ഓർത്തിരുന്നോളം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. എനിക്കിപ്പോഴും സംശയം എന്താണെന്നറിയോ? യേശു എന്തിനാണ് മത്തായി 24-ാം അധ്യായത്തിൽ ഈ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞത്? ഇനി മനുഷ്യപുത്രൻ്റെ ആഗമനം ഏത് രീതിയിലായിരിക്കുമെന്നും എങ്ങനെയായിരിക്കുമെന്നും എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് യേശു പറയാനുള്ള കാര്യം എന്തായിരിക്കും? നമ്മളൊക്കെ ഈ കൈനോട്ടക്കാരെ മുമ്പിൽ കൈ കാണിച്ചിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അവർ ഇനി നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കൃത്യത പ്രിഡിക്റ്റ് ചെയ്യും. വെറുതെ നമ്മുടെ കൈ നോക്കിയിട്ട് പലതും ശരിയല്ലായിരിക്കും, പലതും തെറ്റായിരിക്കും. പക്ഷെ അവർ വളരെ ആധികാരികതയോടെ പറയും. അതാണ് അവരുടെ പ്രത്യേകത. ഇതുപോലെ യേശു വളരെ ആധികാരികതയോടെ പറഞ്ഞൊരു സംഭവമാണോ ഈ സെക്കൻഡ് കമ്മിങ്? അല്ല. പിന്നെ എന്തിനാണ് യേശു ഇത് പറഞ്ഞെന്തിനാണ്? യേശു ഇത്രയും പറഞ്ഞത് കൈനോട്ടക്കാരൻ പറഞ്ഞതുപോലെ വെറുതെ ചില വാക്കുകളൊന്നുമല്ല, ചുമ്മാ ഊഹിച്ച് ചിന്തിച്ചും പറഞ്ഞ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞ വാക്കുകളൊന്നുമല്ല. കൃത്യമായി നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൃത്യമായ കാര്യങ്ങൾ എന്തിനായിരിക്കും യേശു പറഞ്ഞത്? ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാം. യേശുവിന് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാം, അങ്ങനൊരു സിദ്ധിയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞത്? അല്ല. യേശു പറഞ്ഞതിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്. അത് നിങ്ങൾ തയ്യാറായിരിക്കണം. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ ബി റെഡി, അലേർട്ടായിരിക്കണം. നിങ്ങളുടെ ജീവനെയും ജീവിതത്തെയും രക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നിങ്ങൾ ജീവനും നഷ്ടപ്പെടുത്തും, ജീവിതവും നഷ്ടപ്പെടുത്തും. രണ്ടാമതായിട്ട് യേശു ഇതെല്ലാം പറഞ്ഞത്, ഒന്ന്, ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടരുത്. കാര്യം ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത്ഭുതപ്പെടുന്നത്. അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളത് അറിഞ്ഞിരിക്കണം. കാര്യം നിങ്ങൾ ആരുടെ മക്കളാണ്? നിങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ഈ അപ്പൻ ഇതെല്ലാം നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. സോ എനിക്കും അപ്പനും മാത്രമേ എന്നൊരു സീക്രട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടരുത്, പക്ഷേ ഒരുക്കമുള്ളവരായിരിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമപ്പെടുത്തണം. നിങ്ങൾ ഈ ഭൂമിയുടേതായ വിവാഹം കഴിച്ചും കഴിപ്പിച്ചും തിന്നും കുടിച്ചും ജീവിക്കരുത്. അതല്ല, അത് ഈ ലോകത്തിൻ്റെ സുഖങ്ങളാണ്, മാറിപ്പോവും. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ അലേർട്ടായിരിക്കണം. മൂന്നാമതായിട്ട് യേശു ഇതെല്ലാം പറഞ്ഞത് പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം അവൻ്റെ മക്കളാരും പേടിക്കരുതെന്ന് ആഗ്രഹിച്ചു. ഭയപ്പെടരുത്, ഒന്നിനോർത്തും ഭയപ്പെടരുത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പേടിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരുക്കമുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കറങ്ങിത്തിരിഞ്ഞ് വരുന്ന ഒറ്റ വാക്കിലാണല്ലേ, ഒരുക്കമുള്ളവരായിരിക്കുക. ബി റെഡി, ബി ഹോളി. അങ്ങനെ ഈ വിശുദ്ധരായിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്താതെ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യത്തെ ഈ ഭൂമിയിൽ ജീവിക്കണം. കാരണം സുവിശേഷം അവസാനിക്കുന്നിടത്ത് ഒരാൾ അവശേഷിക്കും, മറ്റേയാൾ എടുക്കപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ഈ എടുക്കപ്പെടുക എന്ന് ഉദ്ദേശിക്കുന്നത് ബിബ്ലിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഇങ്ങനെയാണ്: അയാളാണ് നശിപ്പിക്കപ്പെടുന്നത്, എന്നാൽ അവശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. നമ്മളൊക്കെ തിരഞ്ഞെടുക്കപ്പെടേണ്ടവരാണ്, നമ്മളൊക്കെ എടുക്കപ്പെടേണ്ടവരല്ല. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ നന്മ കൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടണം. രണ്ടാമതൊരു വിധിയുണ്ട്. കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട ഒരു കാര്യം, ഒരു നാൾ ആ പൊന്നു തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പോൾ ചെയ്തു തീർത്ത നന്മയുടെ കണക്ക് കൊണ്ട് നമ്മളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി തീരണം.
അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ കാൽക്കുലേറ്റ് ചെയ്യണം. ആഗമനകാലം 1-ാം ഞായർ കൃത്യമായ കണക്കുകളോടുകൂടി ജീവിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇനിയുള്ള എണ്ണപ്പെട്ട ഓരോ നാളുകളും വിശുദ്ധിയോടെ ജീവിക്കണം. ക്രിസ്തുവിൻ്റെ പുൽക്കൂടിനോട് ചേർന്ന് അടുത്ത് നടന്ന് ജീവിക്കണം. അങ്ങനെ ഒരു ജീവിതം നമ്മളെ കുറച്ചും കൂടി വിശുദ്ധിയുള്ള മനുഷ്യരാക്കി തീർക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.